നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, സ്ത്രീകൾക്കും പുരുഷനും ഉണ്ട്, എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. കാരണം അവരെ മുതുകിൽ ഇവിടെ ഉണ്ടാകുന്ന ചത, അവർ ബ്രേസർ ഇട്ടതിന് ശേഷം ആ ഭാഗത്ത് തള്ളി നിൽക്കുന്ന ഒരു ചത, ഇവിടെ ഈ ഭാഗത്ത്, അതായത് വിങ്സിൻ്റെ അവിടെ കുറച്ചുണ്ടാകുന്ന ചത അവർക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അങ്ങനെ ആ ചത എങ്ങനെ നമുക്കില്ലാതാക്കാം, അതിനെക്കുറിച്ചുള്ള ഒരു എക്സസൈസാണ്. അത് പറയുന്ന അല്ല, അത് എക്സസൈസിൽ കൂടി ചെയ്ത് തീർക്കേണ്ട സാധനമാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ സ്ഥിരം എല്ലാ ദിവസവും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സാധനം അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം അല്പം കൂടുതലാണ്, അതെങ്ങനെ കുറയ്ക്കണം. അങ്ങനെ തോന്നുമ്പോൾ ചെയ്യേണ്ട എക്സസൈസ് രീതി എങ്ങനെയാണെന്നറിയാമോ? എല്ലാ ദിവസവും ചെയ്യണം. അത് എല്ലാ ദിവസവും ചെയ്ത് അതിനെ തേച്ച് ആ സൈഡിലെ ഫാറ്റ് കുറച്ച് അതിനെ അങ്ങ് ഇല്ലാതായി കളയുക. അതാണ് വ്യായാമത്തിൻ്റെ ഒരു രീതി. പക്ഷേ നമുക്കൊരു സാധനം ഇപ്പോൾ കുറവാണ്, അതൊന്ന് കൂട്ടിയെടുക്കണമെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് ചെയ്തിട്ട് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് മാസം ഉണ്ടാകും. ഇത് നമ്മൾ മാസിനെ ചെത്തി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കളയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും, അപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ജിമ്മിൽ പോയിട്ട് എല്ലാ ദിവസവും അത് ചെയ്യണം. വീട്ടിലിരിക്കുന്നവരായാലും എല്ലാ ദിവസവും ഇത് ചെയ്യണം. ഇത് എല്ലാ ദിവസവും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. അതൊരു 3-4 ഐറ്റം സാധനം ഉണ്ട് ചെയ്യാനായിട്ട്, അതെല്ലാവരും ചെയ്യണം. പിന്നെ 1 കിലോ ഡമ്പലാണ് അതുകൊണ്ട് ഉപയോഗിക്കേണ്ടത്. ആ ഒത്തിരി ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ പോകണം എന്ന് നിങ്ങളോട് പറയുന്നത്. 1, 2, 3 മാസം നിങ്ങൾ, അല്ലെങ്കിൽ 6 മാസം ഏതെങ്കിലും ഒരു ജിമ്മിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്തത് ഇത് കുറഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ മതിയായിരിക്കുമോ, വേണമെങ്കിൽ. പക്ഷേ മതിയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. എപ്പോഴും വ്യായാമം ലൈഫ് ലോങ് ആണ്. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം വ്യായാമം ചെയ്യുന്നതാണ് രീതി. അല്ല, വ്യായാമത്തിന് ഒരു സീസണില്ല. എനിക്ക് ബോഡി വെയിറ്റ് കുറഞ്ഞു, ഞാൻ മതിയാക്കി, എനിക്ക് ബോഡി വെയിറ്റ് വന്നു, ഞാൻ ഇനി മതിയാക്കി, അങ്ങനെ രീതിയില്ല. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വ്യായാമം അത്യാവശ്യ ഘടകമാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട്, പലരും വ്യായാമം ചെയ്യുന്നതിന് മാത്രമാണ് കണക്ക് പറയാറും സമയമില്ലെന്ന് പറയുന്നത്. ബാക്കി ഒന്നിനും ചിലവാക്കാനും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സമയം ആർക്കും കുറവെന്ന് പറയാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്നാലിപ്പോലും നിങ്ങളൊരു 3-6 മാസം ഏതെങ്കിലും ഒരു ജിമ്മിൽ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്നാലും അത് പോകാൻ പറ്റാതെയും സാഹചര്യം ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പറ്റാത്ത ആരെങ്കിലും, അല്ലെങ്കിൽ ഗൾഫിൽ ജീവിക്കുന്ന നമ്മളെ മലയാളി സഹോദരന്മാർക്ക് കൂടെ വേണ്ടിയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ മറ്റൊന്നും പോകാനോ എനിക്കറിയാം. ഇവിടെ കുഴിമടിയന്മാർ ഒരുപാടുണ്ട് ജിമ്മിൽ പോകാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന. അവർക്ക് വേറെ എല്ലാത്തിനും സമയമുണ്ട്, ജിമ്മിൽ പോകാൻ സമയമില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കൂടുതൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ഇവിടെ ഇഷ്ടംപോലെ സൗകര്യം, ഓരോ പോസ്റ്റ് ഇടപെട്ട് ഇപ്പോൾ ജിമ്മുകളുണ്ട്. ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും മിക്സഡ് ജിം എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അത് ഒരു മുതലാക്കാതെ സമയക്കുറവൊന്നും പോയി നടക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടും ഞാൻ എൻ്റെ ഈ വിദേശത്തുള്ള സഹോദരന്മാർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. കാരണം അവർക്കാണ് ഇതിൻ്റെ ആവശ്യവും അവർക്കാണ് സൗകര്യക്കുറവുള്ളത് അവിടെ. അപ്പോൾ അവർ ഇതിൽ നിന്നും അവരുടെ ആഗ്രഹം അനുസരിച്ചൊരു ബോഡി ഉണ്ടാകട്ടെ എന്നും അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ നാട്ടിലുള്ളവരും ഇങ്ങനെ ഉഴപ്പി നടക്കാതെ തീർച്ചയായിട്ടും തൊട്ടടുത്ത ഏതെങ്കിലും ഹെൽത്ത് ക്ലബ്ബിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ വ്യായാമം ചെയ്യണം. നമ്മൾ ഒരുപാട് പൈസ വരെ ആവശ്യങ്ങൾക്ക് ചിലവാക്കുന്നുണ്ട്. അതിലൊരു ചിലവ് തന്നെയാണിത്. ഇതൊരു ചിലവായിട്ട് കാണാതെ നമ്മൾ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരു അല്പസമയം കണ്ടെത്തി ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും എങ്ങനെയായാലും എൻ്റെ അറിവിൽ വെച്ച് അറിയാമെന്നുള്ള എക്സസൈസ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നു. അത് ചെയ്യേണ്ടത് 1 കിലോ ഡമ്പൽ എടുത്ത് വേണം ഇത് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും 1 കിലോ ഡമ്പൽ, ഇത് 1-2 കാര്യങ്ങളൊക്കെ മെഷീനിൽ ചെയ്താലേ പൂർണ്ണമായിട്ട് മാറും. അതാണ് നിങ്ങൾ ജിമ്മിൽ പോകാൻ പറയുന്നത്. തീർച്ചയായിട്ടും ജിമ്മിൽ പോയി നിങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതാണെന്ന് പറയുമ്പോൾ ആ ഒരു വർക്കൗട്ട് കൊണ്ട് നിങ്ങളെ ഇവിടുത്തെ ഈ ഒരു പ്രശ്നം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് എന്തായാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തറയിലോട്ടൊന്ന് ഇരിക്കുക. ഇരുന്നിട്ട് നമ്മൾ ഡമ്പൽ നോക്കണം, ഡമ്പൽ എടുക്കുക. കാലിങ്ങനെ വൈഡാക്കി വയ്ക്കണം, മനസ്സിലായാലോ? വൈഡാക്കി വെച്ചിട്ട് ഇടത് കൈയിൽ ഡമ്പൽ വേണ്ട, വലത് കാല് ഇങ്ങനെ ചെയ്യുക. ഡമ്പൽ കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഫ്രീ ഹാൻഡ് എക്സസൈസ് ചെയ്ത് നല്ല ബോഡി ചൂടാക്കിയതിന് ശേഷമേ ചെയ്യാവൂ. അത് ഞാൻ ഓരോ എപ്പിസോഡിലും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അത് ഞാൻ എന്ത് എക്സസൈസ് നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പെട്ടെന്ന് കയറി ചെയ്യേണ്ട ഒരു ഐറ്റമല്ല. ഏത് ഐറ്റമായാലും ഏതൊരു വ്യായാമം തുടങ്ങുമ്പോഴും അതിന് മുൻപുള്ള ഒരു രീതി കൊണ്ട് അതനുസരിച്ച് ചെയ്യാവൂ. ഫ്രീ ഹാൻഡ് എക്സസൈസ് ചെയ്തതിന് ശേഷം ബോഡി നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ചെയ്യാവും.
എല്ലാവർക്കും പെട്ടെന്ന് ഇതൊക്കെ കുറയ്ക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഇതാ ഓക്കെ. ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഇതിന് നമ്പറില്ല, സമയമില്ല, സെറ്റില്ല. നിങ്ങൾക്ക് എത്ര വേണമോ ചെയ്യാം. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ചെയ്ത് അതിനെ ഇല്ലാതാക്കി കളയുക. അതാണ് നമ്മളത്. പക്ഷേ ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒരാഴ്ചയൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ബോഡി പെയിൻ, നന്നായിട്ട് ബോഡി പെയിൻ, അഥവാ ബോഡി പെയിൻ വന്നാലും ഒരു കാരണവശാലും നിങ്ങൾ നിർത്തരുത്. ബോഡി പെയിൻ ഇത് ഉണ്ടാവും. ബോഡി പെയിൻ വന്നാൽ ഞാൻ വിലയിരുത്തുന്നത് നിങ്ങൾക്കത് എഫക്റ്റ് ചെയ്തു എന്നാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ആ വേദന ഒരിക്കലും മാറത്തില്ല, റിസൾട്ട് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വേദന വന്നു എന്ന് കരുതി ഒരു കാരണവശാലും ഇത് മുടങ്ങാൻ പാടില്ല. അപ്പോൾ അത് വേദന വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ്ടോ, ചിലവർക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ കാലിങ്ങനെ ഉയർന്നത് അതൊന്നും കുഴപ്പമില്ല. കാരണം സ്ട്രെച്ചിങ് കുറവാകുമ്പോൾ കാലിങ്ങനെ അതൊന്നും നിങ്ങൾ നോക്കണം. നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഫാറ്റ് കുറയുക അല്ലെങ്കിൽ അവിടുത്തെ ചത പോവുക എന്നുള്ളതാണ്. അല്ലാതെ ഈ കാല് ഉയരുകയാണ് അല്ലെങ്കിൽ കാല് നേരെ ഇരിക്കുന്നില്ല, അതൊന്നും വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഈ 1 കിലോ ഡമ്പൽ വെച്ച്, ഇപ്പോൾ 1 കിലോ ഡമ്പൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നോക്കണം, ഡമ്പൽ ഇല്ലാതെ വെച്ച് തന്നെ മാക്സിമം നമ്പർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വയറകത്തോട്ട് പിടിച്ച് ചെയ്യണം. നമുക്ക് മാക്സിമം ചെയ്യാൻ നോക്കണം. എന്നാലേ ഇവിടുത്തെ ഈ ചത വലിഞ്ഞ് മാറത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നേക്കാൾ നല്ല നിങ്ങൾ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അത്രയ്ക്കും ഇത് സ്ട്രെയിൻ എടുത്ത് തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ഡമ്പൽ വെച്ച് ചെയ്യും. ഇതാണ്ടോ, അത് കഴിഞ്ഞോ കണ്ടോ. ഇതൊന്നും നമുക്കിപ്പോൾ ഈ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ വലിയുന്നത് ഫീൽ ചെയ്യും നമുക്ക്. പക്ഷേ അത് ഫീൽ ചെയ്യുന്നതനുസരിച്ച് ചെറിയ ഒരു പെയിനും നമുക്ക് രൂപപ്പെടും. പക്ഷേ അതൊക്കെ ഒരു സുഖമുള്ളൊരു വേദനയാണ്. ആ സുഖം ഉള്ള വേദന നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് അതാണ് 2 കൈ കൊണ്ട് റിസൾട്ട്. ആ സമയത്ത് നിങ്ങളുടെ കാലൊരു പക്ഷേ ഇങ്ങനെ ഉയർന്നിരിക്കും. അത് നോക്കണ്ട, നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞ് 2 കാല് ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പുറകിലോട്ട് ആഞ്ഞു വരണം. അതാ ഇത് 3. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സെറ്റില്ല, സമയമില്ല. എത്ര സമയം വേണോ നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് വേണ്ടാത്ത സാധനം ആയതുകൊണ്ട് നമുക്ക് അതിനെ തേച്ച് കളയുക, അവിടെ ചൂടാക്കി കൊഴുപ്പ് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതായി അടുത്ത് നിന്നും കൊണ്ട് കഴിക്കാം. ഡമ്പലിങ്ങനെ കഴിക്കാം. ഇതാണ്ട് പൂർവ്വസ്ഥിതിയിൽ ഇങ്ങനെ തന്നെ വരണം. ഓക്കെ. അതിന് കാല് ചേർത്ത് വയ്ക്കുക. കണ്ടല്ലോ, കാല് ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ഇതാ ഇവിടെ ഇതിങ്ങനെ വൈഡാവരുത്. വൈഡാകുമ്പോൾ നമ്മുടെ ഈ ഇവിടെ വിങ്സ് പോലെ ഇങ്ങനെ വരരുത്. ഇതായി നോക്കിയാൽ നിങ്ങളുടെ അവരവരുടെ ചെസ്റ്റിന് ലെവലായിട്ട് ഡമ്പൽ നിൽക്കണം. കണ്ട, ചെസ്റ്റിന് ലെവലായിട്ട് ഡമ്പൽ നിർത്തണം. സ്ത്രീ ആയാലും പുരുഷനായാലും അവരവരുടെ ചെസ്റ്റിന് ലെവലായിട്ട് തന്നെ ഡമ്പൽ നിർത്തി ഇങ്ങനെ വൈഡാവരുത്. ഇതാ ഇത് മാക്സിമം ചെയ്യുക. കണ്ട, എന്ത് സുഖമെന്നറിയാമോ അവിടെ വലിയുന്നത്. ഇതാണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാ. ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇതിനൊന്ന് പിടിക്കുക. നിങ്ങളുടെ കൈ എവിടെയെങ്കിലും ഇല്ലെന്നെങ്കിൽ വേണ്ട, എവിടെയും പിടിക്കാൻ സ്ഥലമില്ല. ഇതാ അവരുടെ കാലിൽ തന്നെ നോക്കിയോ, അവരവരുടെ കാലിലോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേണ്ട, ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുക. നമ്മളെ കാലിൻ്റെ എവിടെയാണ് കാല് ഇരിക്കുന്നത് അവിടെ അതും മാക്സിമം ഇതിനങ്ങ് ഉയർത്തിയത്. ഇതാണ് സ്റ്റേ. ഇങ്ങനെ വരരുത്. ഇതാണ് ഒതുക്കി ചെയ്യണം. വൈഡാവരുത്, ഒതുക്കി ചെയ്യണം. നോട്ടം നേരെ.
അതുപോലെ ഇടത് കൈ. ഈ കാലിൻ്റെ വിരലിൻ്റെ അവിടെ നമ്മൾ ആ ഡമ്പൽ വേണം. ഇതെല്ലാം നോക്കി ചെയ്താൽ മതി. അത് കഴിഞ്ഞു. ഇപ്പോൾ ഡമ്പൽ 1 കിലോ ഡമ്പൽ എല്ലാവരും വാങ്ങിക്കുന്ന നന്നായിരിക്കും. ചെസ്റ്റിൻ്റെ അവിടെ ഡമ്പൽ വരിക, തിരിച്ച് അതുപോലെ ചേർന്ന്, കണ്ട ബൈഡാവരുത്, ചേർന്ന്. ഓക്കെ, ഇനി അടുത്ത് ഇതെങ്ങനെ ഡമ്പൽ ഉണ്ടോ, ചെവിയോട് ചേർന്ന് നിൽക്കണം, തിരിച്ചിവിടെ ഉണ്ടോ. താഴെ വരുമ്പോൾ റെസ്റ്റ്. ഒരു കാരണവശാലും ഇങ്ങനെ വൈഡാവരുത്, നമ്മുടെ ജോയിൻറ്റ് പെയിൻ വരാൻ ചാൻസ് കൂടുതലാണ്. ചെവിയോട് ചേർന്ന്, ഇതാണ് മെഷർമെൻറ്റ്, ചെവിയോട് ചേർക്കുക. അടുത്ത് 2 കൈ ഉണ്ട്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഇത്രയും എക്സസൈസ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഈ സൈഡിലെ ചത കാണത്തേ ഇല്ല. നിങ്ങൾക്ക് നേരത്തെ ഇട്ടിരുന്ന ബ്രേസറിൻ്റെ അളവ് തന്നെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ അളവ് വ്യത്യാസം വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണം നിങ്ങളെ ചത കുറയുന്നുണ്ട്. നമ്മളെ മെഷർമെൻറ്റ് ചതാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷർട്ടായാലും പാൻറ്റായാലും അല്ലെങ്കിൽ ബ്ലൗസായാലും ഇതുപോലെ ബ്രേസറായാലും എന്തായാലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാറി അത് വലുതാകുമ്പോൾ അടുത്ത അളവിലോട്ട് പോകുമ്പോൾ വിചാരിച്ചോണം കൂടുകയാണ്. അത് അളവ് താഴോട്ട് വരുമ്പോൾ വിചാരിച്ചോണം നമ്മളെ ശരീരം കുറയുകയാണെന്ന് മാത്രമേ വിലയിരുത്താവൂ. അല്ലാതെ ഇതൊരു കാരണവശാലും തുണി വലുതാവുന്നതും ചെറുതാവുന്നതല്ല. നമ്മുടെ ശരീരം വലുതാകുമ്പോഴാണ് അത് കയറാതെ വരുന്നത്, നമ്മുടെ ശരീരം ചെറുതാകുമ്പോൾ അത് ലൂസാകുന്നത്. അപ്പോൾ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രേസറിൻ്റെ അളവുകൾ വ്യത്യാസം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ വിചാരിച്ചോണം അവിടുത്തെ ചത കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ എത്ര വേണമെന്ന് തോന്നുന്നു അത്രയും ആകുമ്പോൾ നിങ്ങൾ നിർത്തുക. പക്ഷേ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. എന്തെങ്കിലും വലി കഴിച്ചിട്ട് മട്ടനും ചിക്കനും ബീഫൊക്കെ കഴിച്ചിട്ട് ഇതുപോലെ എക്സസൈസ് ചെയ്ത് കളയാമെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ കഴിക്കുന്ന ആഹാരം പുറത്ത് പോകാൻ വ്യായാമം മാത്രമേ ഉള്ളൂ. അത് വേർത്ത് പുറത്ത് തന്നെ പോകണം. അല്ലാതെ അകത്ത് നമുക്ക് ദൈവം പ്രത്യേക ടാപ്പൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം അതിൻ്റെ കൊഴുപ്പ് വീട്ടിൽ കൊണ്ടുപോയി തുറന്നു വിടാനുള്ള ഒരു സംവിധാനമില്ല. അതിന് ഏക മാർഗ്ഗമെന്ന് പറയുന്നത് വ്യായാമമേ ഉള്ളൂ. വ്യായാമം ചെയ്ത് നമ്മളെ അഴുക്ക കൊഴുപ്പ് വേർപ്പിൽ കൂടെ പുറത്ത് കളയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൊണ്ട് സാധിക്കും. ആരും സാധിക്കില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല, എന്നെക്കൊണ്ട് പറ്റും, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരെ കൊണ്ടും വ്യായാമം ചെയ്യാൻ സാധിക്കും. ഞാൻ പറയുന്നു ഇതുപോലെ സുഖമുള്ള, ഇതുപോലെ എളുപ്പമുള്ള ഒരു സംവിധാനം ഒരു സംഭവം വേറെ ഒന്നുമില്ല. എല്ലാത്തിനും ഒറ്റ മൂല്യമാണ്. എന്തെല്ലാം രോഗങ്ങൾ വരാതിരിക്കുമെന്നറിയാമോ? കൊളസ്ട്രോൾ വരത്തില്ല, ഷുഗർ വരത്തില്ല, BP വരത്തില്ല, ഹാർട്ടിന് അസുഖം വരത്തില്ല. ഒന്ന് ആലോചിച്ചുകൊണ്ട് എന്തെല്ലാം അസുഖമാണ് വരാതിരിക്കുന്നത്. അലർജി വരത്തില്ല, ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ വരത്തില്ല, അതുപോലെ തലവേദന വരത്തില്ല. എന്തെല്ലാം അസുഖങ്ങൾ ഒഴിവാക്കാൻ ഒരേ ഒരു ഒറ്റമൂലി വ്യായാമം. ഈ ഒരു ഒറ്റമൂലിയെ നിങ്ങൾ സമയമില്ല, സൗകര്യമില്ല, മറ്റെന്തെങ്കിലും മുടന്ന ന്യായം പറഞ്ഞ് കിടന്നുറങ്ങുന്ന മടിയന്മാരായാലും മടിച്ചികളായാലും ഇന്നല്ലെങ്കിൽ നാളെ കനത്ത വില നിങ്ങൾ നൽകേണ്ടി വരും. ഇതിന് യാതൊരു സംശയമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നെ അത് ഓർക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാവരും വ്യായാമം ചെയ്യണം. വ്യായാമമാണ് നമ്മുടെ ലക്ഷ്യം. ആരോഗ്യമാണ് അമൂല്യ സമ്പത്ത്. ആരോഗ്യമുള്ള ജനത രാജ്യത്തിൻ്റെ സമ്പത്ത്. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നന്ദി, നമസ്കാരം.